യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജാവേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മെ അതിശയരമായി അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും നടത്തി പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങൾ രാത്രികൾ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ വലിയ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ തന്ന് ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമത്രേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഈ പൽക്കാലോ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ നീതിയുള്ള വലങ്കരത്താ നമ്മെ താങ്ങി നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയെത്തിരും. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. രോഗശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി സ്വസ്ഥതയോടും സമാധാനത്തോടും ഈ പകൽക്കാലം ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകും. അതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ക്ഷണത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും എന്ന് വിശ്വസിക്കാം. വർഷം കൂടെ പഴക്കമേറിയ ചിലപ്പോൾ വിഷയം കൂടെ നടുവിലായിരിക്കാം. ഇനി ഇതിനകത്ത് വിടുതൽ നടക്കാൻ സാധ്യതയില്ല. പ്രതീക്ഷകൾ ചിലപ്പോൾ അസ്തമിച്ചു പോയ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം കർത്താവ് നിങ്ങളെ കണ്ട ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതെ, വിഷയത്തിന്റെ പഴക്കത്തെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ കർത്താവിനെ ഈ പകൽക്കാലം കാണും. എന്റെ ഈ വിഷയത്തിനകത്തുനിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കും. ഈ പകൽക്കാലം എന്റെ വിടുതലിന്റെ പകൽക്കാലമാണെന്ന് വിശ്വസിക്കുക. ക്ഷണത്തിൽ ചില ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്മേ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, നിങ്ങൾ തല കുനിക്കേണ്ടി വന്നത്, ഹല്ലേലൂയ നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നത്, ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുക. വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി ഈ പകൽക്കാലം നിറവേറുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 13-ാം അധ്യായം അതിൽ കാണുന്നു. 13-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 18 സംവത്സരമായിട്ട് ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ചു. അവൾ കാണുന്നൊരു സംഭവം, അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവൾക്ക് നിവരുവാൻ കഴിയാതെ വണ്ണം കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയാ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 1-2 വർഷം കൊണ്ടല്ല അവൾ കൂന് അനുഭവിക്കുവാൻ, നീണ്ട 18 വർഷമായിട്ട് അവൾക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വേണം കൂനിയായിരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. അവൾക്ക് വേറെ പേരുണ്ടായിരുന്നു കാണും. പക്ഷേ ഇവിടെ കൂന് വന്നത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവളുടെ പേര് വരെ ചേഞ്ച് ആകുവാനായിട്ട് ഇടയെത്തുന്നു. കൂനി എന്ന് ആവുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വർഷങ്ങളുടെ പഴക്കം നോക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ അടുക്കത്ത് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവിന്റെ സന്നിധി കാത്തിരിക്കുന്നത്, നീ കർത്താവിന്റെ അടുക്കിലേക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടിട്ട് നീ കർത്താവിനെ വിട്ടു പിന്മാറാതെ നീ കർത്താവിനോട് പിൻപറ്റി നിൽക്കുന്നതിന് ഒരു ദിവസം നിന്റെ ജീവിതത്തിനകത്ത് മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ 18 വർഷമായിട്ട് അവരെന്ത് ചെയ്യുന്നു? കൂനിയായിരിക്കുമ്പോഴും അവരെന്ത് ചെയ്യുന്നു? പള്ളി വിട്ടു മാറുന്നില്ല, പള്ളിയിലേക്ക് പോകുന്നു. സബത്ത് ദിവസത്തെ പള്ളിയിലാണ് വച്ച് എന്താ ചെയ്യുന്നത്? യേശു കർത്താവ് അവളെ കാണുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ 18 സംവത്സരം രോഗാത്മാ ഭാവിച്ചിട്ട് ഒട്ടും അവൾക്ക് നിവരുവാനായിട്ട്
കഴിയുന്നില്ല. അവളെ കുനിച്ചു കളഞ്ഞ അനുഭവം അവിടെ ജീവിതത്തിനകത്തുണ്ട്. ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. വളരെയധികം കൂനിയായിരിക്കുന്നു. വരുമ്പോൾ തന്നെ മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, കളിയാക്കുന്നുണ്ടായിരിക്കാം. ഇവൾ ഇത്രയൊക്കെ കൂന് അനുഭവിച്ചിട്ട് ഇവൾക്ക് ഭവനത്തിൽ ഇരുന്നു കൂടെ, ഇവൾ എന്തിനാ ഇങ്ങനെ കടന്നു വരുന്നത് എന്നൊക്കെയുള്ള നിന്നയുടെയും പരിഹാസത്തിന്റെയൊക്കെ അനുഭവങ്ങൾ കൂനിയായിരിക്കുമ്പോൾ ഇവിടെ മേൽ വന്ന് വീഴുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നോക്കാതെ ഇവള് കർത്താവിനെ ആരാധിക്കുവാൻ അവൾ ദേവാലയത്തിൽ കടന്നു വരുന്നുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, മുമ്പിലും പിൻപിലും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, മുമ്പിലും പിൻപിലും നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും നീ അത് നോക്കാതെ കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് നിന്നെ കാണുവാനായിട്ടിടയത്തിര. ആരെയും കണ്ടില്ല എങ്കിലും കർത്താവിന് വേണ്ടി വില കൊടുക്കുന്ന, കർത്താവിനെ വിടുവിക്കുമെന്നുള്ള ഉറപ്പോടു കൂടെ കർത്താവിന്റെ സന്നി കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കടന്നു വരുന്ന ദൈവ പൈതലെ, കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയില്ല. കർത്താവ് നിന്നെ കാണുവാനായിട്ട് ഇടയത്തിരും. ആ പള്ളിയിൽ എത്രയോ പേർ ഉണ്ടായിരുന്നു കാണും, പക്ഷെ അവരാരെയും കണ്ട കാര്യം പറയുന്നില്ല. ഈ 18 വർഷമായിട്ട് കൂനിയായിരുന്ന ഈ സ്ത്രീയെ യേശു കണ്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ രോഗബന്ധനം അവിടെ യേശു കർത്താവ് അടുക്കൽ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശു അവിടെ ചോദിക്കുന്നില്ല നിന്റെ രോഗം എന്താണ്, നിന്റെ ബുദ്ധിമുട്ട് എന്താണ്, എത്ര വർഷമെന്നോ ഒന്നും അവിടെ യേശു കർത്താവ് ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. യേശു പറയുവാനായിട്ട് എത്തുന്നു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞോ അവിടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ കരം വെളിപ്പെടുവാനായിട്ട് ഇടയത്തിര. കർത്താവ് നിന്നെ തൊടുവാനായിട്ട് ഇടയത്തിര. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കര, വിടുതൽ തരുവാൻ കഴിയുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ കൂനിയാക്കി വച്ച, നിനക്ക് നിവരുവാൻ കഴിയാതെ വണ്ണ നിന്റെ മേൽ ഭാരത്തിന്റെ നുഖത്തെ വച്ചതായ ഹല്ലേലൂയ ബന്ധനത്തെ അഴിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരം ഈ പകൽക്കാലം നിന്റെ മേൽ വയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ചില വിഷയങ്ങൾ നിന്നെ തല നിവർത്തുവാൻ കഴിയാതെ വണ്ണ നിന്നെ കൂനിയാക്കി വച്ചിട്ടുണ്ടായിരിക്കാം. സ്തോത്ര. അതേ നാളുകളും വർഷങ്ങളും കഴിഞ്ഞു കാണുമായിരിക്കാം. ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നീ എന്നും ദൈവാലയത്തിൽ കടന്നു പോകുന്നല്ലോ, കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകുന്നല്ലോ, എന്നിട്ട് എവിടെ വിടുതൽ എന്ന ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ കർത്താവ് വെറുതെ വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്ക. ആര് കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ അവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്, കർത്താവിനെ വിടുവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക. നിന്റെ ശരീരത്തിനകത്ത് നിന്ന് ചില രോഗശക്തികൾ വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീര. ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് വിഷയമാണ് നിന്നെ കുനിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീർന്നത്, ദേശത്ത് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വണ്ണം, കുടുംബത്തിനകത്ത് തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ വണ്ണം, അതേ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത് ഒന്ന് നിൽക്കുവാൻ കഴിയാതെ വേണം നിന്നെ വീണ്ടും വീണ്ടും കുനിപ്പിച്ച് കളയുമ്പോ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്രം, കർത്താവിന്റെ ആഴമേറിയ ഒരു ദൈവ പ്രവർത്തി എവിടെ കാണാൻ സാധിക്കുന്നു. ഈ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ. അതേ ബന്ധനമില്ലാത്ത കർത്താവിന്റെ കൈ പ്രിയ ദൈവ പൈതലെ നിന്റെ മേൽ വച്ച് കഴിയുമ്പോൾ, സ്തോത്ര, എത്ര വർഷത്തിന്റെ പഴക്കമേറിയ രോഗബന്ധനമായിക്കൊള്ളട്ടെ, നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതായിക്കൊള്ളട്ടെ, ആ ബന്ധന ശക്തിക്ക് നിന്റെ മേൽ ഇരിക്കുവാൻ കഴിയില്ല. കാരണം എന്റെ യേശു കർത്താവ് കാൽവരിയെ നിന്റെ രോഗത്തെയും നിന്റെ ശാപത്തെയും ദൈവം തകർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ശത്രുവിന്റെ തലയെ തകർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇനി നിന്റെ മേൽ ബന്ധനത്തിന് അവകാശമില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക, കർത്താവിന്റെ കരം നിന്റെ മേൽ വയ്ക്കും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ കർത്താവിന്റെ കരം നിന്റെ മേൽ വന്ന് കാണുന്ന ഒരു കാര്യമുണ്ട്. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് കണ്ടു കഴിഞ്ഞ, കർത്താവ് നിന്നെ വിളിച്ചു കഴിഞ്ഞ, കർത്താവ് നിന്റെ കൈ വച്ചു കഴിഞ്ഞ പിന്നെ നീ കുനിഞ്ഞു നടക്കേണ്ടി വരികയല്ല. ആ വിഷയത്തിന്റെ മധ്യ തല താഴ്ത്തി നിൽക്കേണ്ടി വരികയല്ല. ക്ഷണത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയതേ മക്കൾ, ഈ പകൽക്കാല കർത്താവിന്റെ പ്രവൃത്തി അതാണ്. സ്തോത്രം. കർത്താവ് നമ്മെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിഷയവുമായിട്ട് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ക്ഷണത്തിലുള്ള ചില വിടുതലുകൾ,
ഉടനെയുള്ള ചില വിടുതലുകൾ. അതേ സ്തോത്രം, അവർക്ക് ഒട്ടും നിവരുവാൻ കഴിയില്ല. അല്പമായിട്ടുള്ള ഒരു വിടുതലല്ല അവിടെ കാണുവാൻ സാധിക്കുന്നത്. ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാത്തവണ അവന് കുളിപ്പിച്ചു കളഞ്ഞ വിഷയത്തെ, ആ ബന്ധന ശക്തിയെ കർത്താവ് അഴിച്ചു കളഞ്ഞപ്പോ തിരുവചനത്തിൽ പറയുന്നു, അവൻ നിന്റെ ബന്ധനങ്ങളെ കളയുന്ന ദൈവം. അങ്ങനെ ഈ പകൽക്കാലം ഹല്ലേലൂയ, ഭാരത്തിന്റെ മുഖം നിന്റെ മേൽ കൊണ്ടുവച്ച് നിന്റെ കുടുംബത്തിനകത്ത് അസ്വസ്ഥ കണ്ടുവരുമ്പോ ദൈവിക വിടുതലിലേക്ക് കയറുവാൻ കഴിയാതെ, നിന്നെ ഉയർച്ചയിലേക്ക് കയറുവാൻ കഴിയാതെ നിന്നെ ബന്ധിച്ച് വച്ചിരിക്കുന്ന ശത്രുവിന്റെ കോട്ടകളെ കർത്താവ് ഇന്ന് അഴിക്കുവാനായിട്ട് ഇടയത്തിര്. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ട് നിനക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതവണ ഒരു ചുറ്റുവട്ടത്തിനകത്ത് നീ കടന്ന് കറങ്ങുമ്പോ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, അരിപ്പാൻ അധികാരമുള്ളവൻ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് വിസിറ്റ് ചെയ്യാൻ പോകിയ, നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകിയ. സ്തോത്രം, കർത്താവ് നിന്നെ കാണും. ഹല്ലേലൂയ. ഒത്തിരി പേര് ആ മനുഷ്യനെ, ആ സ്ത്രീയെ കണ്ടു കാണുമായിരിക്കാം. പക്ഷേ അവള് ദേവാലയത്തിലേക്ക് വരുമ്പോ ഒത്തിരി പേര് കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ആർക്കും അവിടെ സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല, അവളെ ഒന്നും നിവർത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷേ നിവർത്തുവാൻ കഴിയുന്ന, ഇതാ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കാമോ? എത്ര വർഷത്തിന്റെ പഴക്കമേറിയതായിക്കൊള്ളട്ടെ, ഇനി പ്രതീക്ഷ ഒന്നും ഇല്ലായിരിക്കാം, എനിക്കിനി ഒന്നും നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അത്രത്തോളം ഭാരമേറിയ വിഷയങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ കടന്നു വരുന്നുണ്ടായിരിക്കാം. എന്ന് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ നിവർത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നിന്നെ എത്രത്തോളം ശത്രു കുനിച്ചു വച്ചോ അതിനേക്കാൾ അപ്പുറമായി നിന്റെ തല ഉയർത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ അൽഫ, അവൻ ഒമേഗ. ഹല്ലേലൂയ. ആദിയായിരിക്കുന്ന അന്ത്യനായിരിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കര, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കർത്താവ് തൊട്ടാൽ നിവരാത്തതായിട്ടുള്ള ഒന്നുമില്ല, കർത്താവ് തൊട്ടാൽ സൗഖ്യം വെളിപ്പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഈ പൽക്കാലം നീ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ. സ്തോത്ര, എന്റെ കർത്താവിന്റെ കാര്യം നിന്റെ മേൽ വയ്ക്കുമ്പോൾ തന്നെ നീ ക്ഷണത്തിൽ നിവരുവാനായിട്ടിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം സ്തോത്രം പറയുന്നില്ലേ, എത്ര വർഷമായി കർത്താവേ ഈ വിഷയവുമായിട്ട് ഞാൻ നടക്കുന്നു, എനിക്ക് മറ്റുള്ള മുമ്പിൽ തല ഉയർത്തുവാൻ കഴിയുന്നില്ല, മറ്റുള്ള മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയുന്നില്ല. ആ ഭാരം നിന്നെ അലട്ടുമ്പോ ഈ പൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭാരത്തെ ലഘൂകരിക്കുന്ന ദൈവം, നിന്റെ ഭാരത്തെ എടുത്തു കളയുന്ന ദൈവം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത അരിമരക്ഷകൻ നിന്നെ ഈ പകൽക്കാലം കാണും. ഹല്ലേലൂയ. നീ ഇന്ന് ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് നീ നിവർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി, നീ നിന്റെ കുടുംബവും നിന്റെ തലമുറയും ഒരുമിച്ച് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറും. ഹല്ലേലൂയ. ആരും പറഞ്ഞു കാണില്ലായിരിക്കും ഈ കൂന് മാറുമെന്ന്. സ്തോത്രം. പക്ഷെ മാറ്റുവാൻ കഴിയുന്ന കർത്താവ് അവളെ കണ്ടു. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭാരമേറിയ വിഷയത്തെ നോക്കിയിട്ട് പറ, കർത്താവ് എന്നെ ഈ പകൽക്കാലം കാണും. വർഷം നോക്കണ്ട, സാഹചര്യം നോക്കണ്ട, ഇനി എന്തെങ്കിലും ഒരു വിടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടോ അത് നോക്കണ്ട. പ്രിയ ദൈവമക്കളെ, കർത്താവ് എന്നെ കാണുമെന്ന് വിശ്വസിക്ക. കർത്താവ് ആരെ കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് വിടുതൽ അയച്ചിട്ടുണ്ട്. ക്ഷണത്തിൽ ചില വിടുതലുകൾ. ഹല്ലേലൂയ. അതേ സ്തോത്ര. ആ സ്ത്രീ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ 15 വർഷത്തെ കൂന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ദൈവം അവിടെ ചരിത്രത്തെ മാറ്റി. ആ 18 വർഷമായിട്ടുള്ള അവിടെ ചരിത്രത്തെ ദൈവം തിരുത്തി കുറിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, വർഷം കൂടെ പഴക്കമുള്ള ചില ചരിത്രങ്ങളെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എടുത്തു മാറ്റുകയാ. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോക്കിയ, നിന്റെ സാഹചര്യത്തെ ദൈവം മാറ്റാൻ പോക്കിയ. ഹല്ലേലൂയ.
രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇനി ഇവിടെ കൊണ്ട് തന്നെ ഇങ്ങനെ തീരും, ഇനി ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് നീ വിധി എഴുതുമ്പോ ആ വിധിയെ മാറ്റി എഴുതുന്ന ദൈവത്തിന്റെ കരം ദാ കൂനിയായവൾ വീണ്ടും പള്ളിയിൽ വന്നു എന്ന് നിന്നെ നോക്കി പറയുന്നവ ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവർ ദൈവത്തെ ഭയപ്പെടുവാൻ, അവർ ദൈവത്തെ വിശ്വസിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വത്തോടുകൂടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. അതേ കുനിഞ്ഞു നിന്ന് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, അവൾ നിവർന്നു നിന്നു. ചില വിഷയത്തിന്റെ അകത്ത് ഈ പൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്നു. നീ നിവർന്നു നിൽക്കാൻ പോക്കിയ, ഹല്ലേലൂയ, നീ നിവരത്തില്ല. നീ ഈ വിഷയത്തിനകത്ത് നീ കുനിഞ്ഞു പോകുമെന്ന് പറയുമ്പോ നിന്റെ തല ഉയർത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ജോസഫിന്റെ കൊമ്പിനെ ദൈവം ഉയർത്തിയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്റെ കൊമ്പിനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. മറ്റൊരു ഭാഗം നമുക്ക് വേഗത്തിൽ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 5-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. 38 വർഷമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ യേശു കണ്ടു എന്ന് പറഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു, യേശു കണ്ട ക്ഷണത്തിൽ വിടുതൽ ലഭിക്കും, യേശു കണ്ട ഉടനെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം യേശു കർത്താവ് നിന്നെ കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഭാരപ്പെടുന്ന അനുഭവത്തിനകത്ത് സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം, രോഗസൗഖ്യം കൊടുക്കുന്ന സ്ഥലമായതുകൊണ്ട്, രോഗിയിൽ വിടുതൽ പ്രാപിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒത്തിരി പേർ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി പേരെ അവിടെ കൊണ്ടുവന്ന് കിടത്തുന്ന അനുഭവം കാണുമായിരിക്കാം. പക്ഷേ ആരെ കണ്ടതായി കാണുന്നില്ല. എന്നിട്ട് 38 വർഷമായിട്ട് പ്രതീക്ഷകൾ കൈവിട്ടു പോകാതെ വേണ്ട, കർത്താവിൽ നിന്നൊരു വിടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനെ എന്റെ യേശു കണ്ടു. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവവൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. പ്രതീക്ഷ കൈവിട്ട് കളയല്ലേ. പ്രതീക്ഷയോട് കൂടി, ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ കാത്തിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ടിടയെത്തിരും. അവിടെ കാണുന്നു, അതെ, ഏറെ നാളായി എന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു കർത്താവ് ചോദിച്ചു. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, ആ രോഗത്തിൽ നിനക്ക് സൗഖ്യം, യേശു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യമാകാനായിട്ടുള്ള സാഹചര്യമുണ്ടോ, സിറ്റുവേഷൻ ഉണ്ടോ? ഇതല്ല കർത്താവ് നോക്കുന്നത്. കർത്താവിന് നോക്കാനായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് ലൈവിലെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിനെ വിളിച്ച് ചോദിക്കട്ടെ, നീ കടന്നു പോകുന്ന രോഗത്തിൽ നിന്ന് പുറത്തു വരുക, നീ കടന്നു പോകുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, നിന്റെ മുമ്പിലുള്ള വെല്ലുവിളിയുടെ നടുവിൽ നിന്ന്, നീ അനുഭവിക്കുന്ന യാതനയുടെ മധ്യത്തിൽ നിന്ന്, നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വർഷങ്ങളുടെ പഴക്കമുള്ളതായിരിക്കാം. പക്ഷേ അതിനകത്തു നിന്ന് പുറത്തു വരുക നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നാം പലപ്പോഴും പറയില്ലേ, സ്തോത്രം, ഇതൊക്കെ എന്റെ സാഹചര്യമാ, ഞാൻ മാത്രം ഇങ്ങനെ ഒതുക്കിക്കൊള്ളാം, ഇതൊക്കെ ഇനി ഇതുകൊണ്ട് എന്റെ അവസാനമാണ്, ഇതൊക്കെ പറഞ്ഞ് ദൈവമക്കളെ നാം പലതിനകത്തും ഒതുക്കാൻ നോക്കുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, 38 വർഷമായി രോഗബാധിച്ച് ആ കുളക്കരെ കിടക്കുന്ന മനുഷ്യനോട് എന്റെ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും എന്റെ യേശു കർത്താവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമേ, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? ഈ വിഷയത്തിനകത്തൊന്ന് വിടുവിപ്പാൻ എന്റെ കർത്താവ് മതിയായ ദൈവമത്രേ, സകലത്തിനും മതിയായ ദൈവമത്രേ. എന്റെ കർത്താവിനെ അറിയാനുള്ളത് നമുക്ക് മനസ്സുണ്ടോ? മനസ്സുള്ളവരെ സൗഖ്യമാക്കുന്ന, മനസ്സുള്ളവരെ എഴുന്നേൽപ്പിക്കുന്ന, മനസ്സുള്ളവരെ സ്തോത്രം പുറത്തു കൊണ്ടുവരുന്ന എന്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. അവരുടെ നിസ്സഹായത അവസ്ഥയെ ആ മനുഷ്യൻ പറയാനായിട്ടിടയായി തീർന്നപ്പോ ഉടനെ അവിടെ കാണുവാൻ സാധിക്കുന്ന യേശുവിനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് യേശു കർത്താവ് പറഞ്ഞു. സ്തോത്രം. അതേ പ്രിയതേ മക്കളെ, അവനെ കിടത്തിക്കളഞ്ഞ ഒരു കിടക്കയുണ്ട്. സ്തോത്രം. ഇത്രയും നാൾ ആ കിടക്ക അവനെ ചുമന്ന് കാണും 38 വർഷമായിട്ട്. പക്ഷെ യേശു കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ സാഹചര്യം മാറി. സ്തോത്ര. അവന് ഏതാണ് കിടത്തിക്കളഞ്ഞത്, അവന്
എന്താണ് ചുമന്നത് അതിനെ അവൻ എടുത്തു ചുമന്ന് നടക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവ് ടേൺ മാറ്റുവാൻ ദൈവം ഓപ്പോസിറ്റ് ആയിട്ട് കർത്താവ് ചേഞ്ച് ചെയ്യിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു വെക്ക്. 38 വർഷം അവനെ ചുമന്നതായ കട്ടിനെ അവൻ എടുത്ത് നടക്കത്തക്ക രീതിയിൽ അവന്റെ ലൈഫിനെ ദൈവം ചേഞ്ച് ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു വെക്ക്. ചില വിഷയങ്ങൾ നിന്നെ ചുമന്ന് നടക്കുന്നുണ്ടായിരിക്കാം, നിന്നെ വിട്ടു മാറാതവണ നിന്നെ ചുമന്ന് നടക്കുന്നുണ്ടായിരിക്കാം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് വിഷയമാണ് നിന്നെ ചുമന്ന് നടന്നത്, നിനക്ക് നടക്കുവാൻ കഴിയാതെ, നിന്റെ കാലുകൾ ഉറയ്ക്കാതെ, നിനക്ക് താനെ ഒന്ന് നടക്കുവാൻ കഴിയാതെ ചില വിഷയങ്ങൾ നിന്നെ ചുമന്ന് കാണാം. ആ വിഷയത്തെ നീ എടുത്ത് ചുമക്കാൻ പോകിയ. ഹല്ലേലൂയ. ഓ റാബാസിഖാലവ, അത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നിലവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചലിക്കാൻ പോക്കിയ. അതേ സ്തോത്രം. ചിലത് കിടത്തിക്കളഞ്ഞു കാണാം, ചിലതിനെ റൂമിനകത്ത് ഒതുക്കി കാണും. ഈ വിഷയത്തിനകത്ത് നിന്ന് വിടുതലില്ല എന്ന് പറഞ്ഞു പലതും കൊണ്ടുവന്ന് ചില രോഗശക്തികളായിരിക്കാം, ചില നിരാശയുടെ വാക്കുകളായിരിക്കാം, ചില തകർച്ചയുടെ അനുഭവങ്ങളായിരിക്കാം നിന്നെ വർഷങ്ങളായിട്ട് ഒതുക്കിയിട്ടിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ മേ കർത്താവിന്റെ കരം വന്ന, കർത്താവ് നിന്നെ കണ്ടു കഴിഞ്ഞ ആ വിഷയത്തെ നീ ചുമക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ വിളിച്ചു പറയാ, ഞാൻ ചില വിഷയത്തെ ചുമക്കാൻ പോകുക, എന്നെ ചുമന്ന വിഷയത്തെ ഞാൻ എടുത്തു ചുമക്കാൻ പോകുക. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഹല്ലേലൂയ. അതേ കിടക്ക എടുക്കാൻ കഴിയാതെ കിടന്ന മനുഷ്യൻ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ ഉടനെ, ഹല്ലേലൂയ, അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് കണ്ട ഉടനെ ചില വിടുതലുകൾ ക്ഷണത്തിൽ. ഹല്ലേലൂയ. പിന്നെ അവിടെ ആ വിഷയം നിന്റെ മുമ്പിൽ കാണത്തില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ആർക്കും ആ വിഷയത്തെ വിഷയം മുഖാന്തരം നിന്നെ ഭാരപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നീ ചിലത് എടുത്ത് നടക്കാൻ പോകുക. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിന്നെ തൊടാൻ പോകുന്ന പകൽക്കാലം അത്രേ. യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോ അതേ സ്തോത്ര. ഹല്ലേലൂയ. അധികാരമുള്ളവന്റെ വാക്കിന്റെ മുമ്പാകെ 38 വർഷമായിട്ട് കിടത്തിക്കളഞ്ഞ ആ അനുഭവത്തിനകത്തൊരു വിടുതൽ സംഭവിച്ചു. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ എത്ര വർഷത്തിന്റെ പഴക്കമുണ്ടോ അത് നീ നോക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രതീക്ഷ കൈവിടാതെ, അതേ പ്രതീക്ഷയോടെ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ഈ പകൽക്കാലം ഇരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതിവേഗത്തിൽ ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിവേഗത്തിലൊരു ദൈവപ്രവൃത്തി നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, നീ ആകുലപ്പെടുന്ന വിഷയത്തിനകത്ത് നോക്കിക്കഴിഞ്ഞ വർഷങ്ങളുടെ പഴക്കം കാണുമായിരിക്കാം. നീ കരഞ്ഞു മടുത്ത് കാണുമായിരിക്കാം. പ്രാർത്ഥന ചിലപ്പോൾ മാറ്റിവെച്ച് കാണുമായിരിക്കാം. ഇതിനി എന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മനുഷ്യരുടെ ചിന്തകളെ മാറ്റുവാൻ കഴിയുന്ന, ലോകത്തിന് നിന്നെക്കുറിച്ചുള്ള ചിന്തകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. എന്ന് നീ രോഗാവസ്ഥയിൽ കിടക്കുവാൻ, എന്ന് നീ തകർച്ചയിൽ കിടക്കുവാൻ, എന്ന് നീ ഭാരമനിച്ച് കുനിഞ്ഞിരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. കർത്താവിന്റെ സന്നി നീ വന്നിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നീ വില കൊടുത്തിട്ടുണ്ടോ? നിന്റെ വിഷയത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ വിഷയത്തെ എടുത്തു മാറ്റുന്ന ഒരു കർത്താവുണ്ട്. കാരണം ഹല്ലേലൂയ, എന്റെ കർത്താവ് ആരെയും കൈവിട്ട് കളയത്തില്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ഒരു ഡോക്ടറിന് 38 വർഷമായി അനുഭവിക്കുന്ന രോഗത്തെ പൂർണ്ണമായി മാറ്റിക്കൊടുക്കുവാൻ കഴിയത്തില്ല. പക്ഷേ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ മുമ്പേ 38 വർഷമോ 18 വർഷമോ എന്നത് ഒരു വിഷയമല്ല. ഹല്ലേലൂയ. കർത്താവ് കണ്ട നിന്റെ ജീവിതത്തിനകത്ത് വിടുതല. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാമോ? ചില രോഗശക്തികളെ ദൈവം എടുത്തു മാറ്റും. ചില ഹല്ലേലൂയ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, യേശു കർത്താവ് കണ്ടിരിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ആര് കണ്ടില്ല എങ്കിലും, ആര് സഹായിപ്പാനായിട്ടില്ല എങ്കിലും, ആർക്കും നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുവാൻ കഴിഞ്ഞില്ല എങ്കിലും,
നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്ന, നിന്നെ നിവർത്തുവാൻ കഴിയുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഏത് വിഷയത്തിനകത്താണ് നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നത്? ഏത് വിഷയത്തിനകത്താണ് നീ കുനിഞ്ഞിരിക്കേണ്ടി വന്നത്? ആ വിഷയത്തെ ഈ പകൽക്കാല നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഹല്ലേലൂയ. ഒരു ദൈവിക പ്രവൃത്തിയുടെ കരം കർത്താവ് നിന്റെ മേൽ ഈ പകൽക്കാലം വയ്ക്കും. കർത്താവിന്റെ കരം നിന്റെ മേൽ ഒന്ന് തൊട്ട, കർത്താവിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞാ, നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അഴിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ ദൃഷ്ടി എന്റെ മേലൊന്ന് വയ്ക്കണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, കർത്താവിന്റെ ദൃഷ്ടി ഇന്ന് ഈ ലൈവ് കാണുന്നവരുടെ മേൽ പതിയാൻ പോകുക. കർത്താവിന്റെ കണ്ണുകളിൽ നീ ഉടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് നിന്നെ വിട്ടു പോകാതെ, നിന്നെ സൗഖ്യമാക്കാതെ പോകാൻ കഴിയത്തില്ല. കർത്താവിന് നിന്നെ തൊട്ട് വിടുവിക്കാതെ പോകാൻ കഴിയാത്ത രീതിയിൽ എന്റെ കർത്താവിന്റെ കരം, സ്തോത്ര, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിലെ കടബാധ്യതകളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ രോഗശക്തികളെ എടുത്തു മാറ്റുവാൻ കഴിയുന്ന, നിന്റെ നിരാശകളെ എടുത്തു മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം അത് ഈ പകൽക്കാലം നിന്നെ തൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷമായിരുന്ന ആ മനുഷ്യനെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരം. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയുക, കർത്താവ്, ഇത്ര വർഷമായി ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് ഈ പകൽക്കാലം ഒരു വിടുതൽ വേണം. എനിക്ക് ഈ പകൽക്കാലം ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ വേണം. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരണമെന്ന് നീ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഈ വിശ്വാസത്തോടു കൂടി ഇരിക്കുവാൻ തയ്യാറായ, നിന്റെ പ്രതീക്ഷ ഇന്ന് വർദ്ധിക്കട്ടെ. നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയ അനുഭവമായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഈ പകൽക്കാല അത് നാം പഠിക്കുന്നത് പോലെ, ഹല്ലേലൂയ, മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ നിന്റെ വിശ്വാസവും പ്രതീക്ഷയോ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം മടങ്ങി വരട്ടെ. കർത്താവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. എന്റെ ദൈവം പ്രവൃത്തി വലിയവനായ ദൈവമത്രേ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും അളക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവ് കണ്ടു കഴിയുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ മുഖം, ഹല്ലേലൂയ, അവന്റെ മേൽ പ്രകാശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. അതെ, നീ ലജ്ജിച്ചു പോകുക ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തിരുന്ന കർത്താവ് നിന്നെ കാണും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? വർഷങ്ങളായിട്ടുള്ള ചിലപ്പോൾ വിഷയങ്ങളായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എഴുതി തള്ളിക്കളഞ്ഞ ചിലപ്പോൾ വിഷയങ്ങളായിരിക്കാം. പക്ഷെ ക്ഷണത്തിൽ ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എത്ര പഴക്കമേറിയ വിഷയമായി കൊള്ളട്ടെ, എത്ര സാധ്യതയില്ലാത്ത വിഷയമായിക്കൊള്ളട്ടെ, ഇനി നിന്റെ കുടുംബജീവിതം ഒരുമിക്കാൻ ഒരു സാധ്യതയില്ലായിരിക്കാം. നിനക്കൊരു തലമുറ ലഭിക്കാൻ സാധ്യതയില്ലായിരിക്കാം. മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞു കാണുമായിരിക്കാം ഇതിനൊക്കെ വിപരീതമായിട്ട്. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടുകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കുണ്ടെന്ന് ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്ക. ആ കർത്താവിന്റെ കാര്യം, ഹല്ലേലൂയ, നീ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോ ആ ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തെ വർഷങ്ങളുടെ കെട്ടുകളെ ദൈവത്തെ പൊട്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. 10 വർഷം 15 വർഷമായിട്ട് വിടുതൽ ലഭിക്കുന്നില്ലായിരിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 38 വർഷമായി, 18 വർഷമായി. സ്തോത്രം. കണക്ക് നോക്കി ഒത്തിരി വലുതാ. പക്ഷേ ആ രേഖകളെ, ആ വർഷത്തിന്റെ കണക്കുകളെ കർത്താവ് പൊട്ടിച്ചു കളഞ്ഞുവെങ്കിൽ ഇന്ന് ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, ചില വർഷത്തിന്റെ കണക്കുകൾ പറഞ്ഞ് ഇതിനകത്ത് നിന്നെ ഒതുക്കി കളയുമെന്ന് ശത്രു വാദിക്കുമ്പോ, ശത്രു കൊണ്ടുവന്ന പദ്ധതികളെ പൊളിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം മുതൽ നിന്റെ മേൽ ചലിക്കുക. സ്തോത്ര. ക്ഷണത്തിൽ ചില ദൈവ പ്രവർത്തികൾ, ക്ഷണത്തിൽ ചില ദൈവിക വിടുതലുകൾ ഉടനെ നിവർന്നു നിൽക്കത്തക്ക രീതിയിൽ ചില ദൈവ പ്രവർത്തികൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇന്ന് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്ത കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ദൈവ പ്രവൃത്തിയായി വെളിപ്പെട്ടു വരും. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലൈവ് വാച്ച് ചെയ്യുന്ന
പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വർഷം കൂടെ പഴക്കമേറിയ വിഷയമായിരിക്കാം, ഏറെ നാളായി ഭാരപ്പെടുന്നവരായിരിക്കാം. ഈ പകൽക്കാലം ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ 38 വർഷമായിരുന്ന വ്യക്തിയുടെ രോഗത്തെ ദൈവം മാറ്റി അവനെ ഉടനെ കിടക്കെടുത്ത് നടക്കുമാറാക്കിയ കർത്താവിന്റെ കര 18 വർഷമായിട്ട് കൂനിയായിരുന്ന സ്ത്രീയുടെ കൂനിനെ മാറ്റി അവളെ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ഉടനെ ദൈവ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ കർത്താവിന്റെ കര യേശുവിന്റെ നാമത്തിൽ ഇവരെ കുനിച്ചു കളഞ്ഞ വിഷയങ്ങളുടെ നടുവേ, ഇവരെ കിടത്തിക്കളഞ്ഞ വിഷയങ്ങളുടെ നടുവേ, ഇവരെ നിരാശപ്പെടുത്തിയ വിഷയങ്ങളുടെ നടുവേ യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഈ പകൽക്കാലം മുതൽ ചലിച്ചു തുടങ്ങട്ടെ. ക്ഷണത്തിൽ ഈ പകൽക്കാലം ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ചിലർ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കടബാധ്യതയിലായിരിക്കുന്നവരുടെ കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുടുംബത്തിന്റെ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എന്റെ കർത്താവ് ഏതെല്ലാം വിഷയത്തിനകത്ത് പ്രാർത്ഥനയോടെ തന്റെ ജനമായിരിക്കുന്നവോ അതിനകത്ത് എന്റെ ദൈവത്തിന്റെ കാര്യം ചലിക്കണം, അത്ഭുതങ്ങൾ നടക്കണം, വിടുതലുകൾ നടക്കണം. കർത്താവേ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ, മറ്റുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരത്ഭുതം ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം. നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. മാനവും മഹത്വവും പോയച്ചും അങ്ങയ്ക്കായി ഏൽപ്പിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.